അസ്സലാമലൈക്കും ചിൽഡ്രൻ. നമ്മുടെ മാത്സിലെ അടുത്ത ആക്ടിവിറ്റിയാണ് ടു ദ സ്കൂൾ. ലിസൺ. ടു ദ സ്കൂൾ. വെജിറ്റബിൾ സീഡ്സ് were brought from the കൃഷി ഭവൻ ഫോർ ഡിസ്ട്രിബ്യൂഷൻ. സ്കൂളിലേക്ക് പച്ചക്കറി വിത്തുകൾ കൃഷിഭവനിൽ നിന്ന് കൊടുക്കുകയാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രം 782 packets, 373 packets were given to the UP classes. 782 packets ആണ് കൃഷിഭവനിൽ നിന്ന് കൊടുത്തത്. അതിൽ 373 packets were given to the UP classes. UP classesന് 373 packets ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പാക്കറ്റ്സ് ആർ ലെഫ്റ്റ്? ബാക്കി പാക്കറ്റ്സ് എത്ര ഉണ്ടാവുമെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് പാക്കറ്റ്സ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് പാക്കറ്റ്സ് ഗിവൻ ടു ദ UP ക്ലാസ്സസ് എന്നുള്ളതും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ എപ്പോഴും ആൻസേഴ്സ് എഴുതുമ്പോൾ അതിലുള്ളത് ആദ്യം എഴുതണം. ഓക്കെ, ഇനി നെക്സ്റ്റ് പാക്കറ്റ്സ് ലെഫ്റ്റ്. അപ്പോൾ എത്ര പാക്കറ്റ്സ് ആണ് ഇനി ബാക്കിയുള്ളത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കുക, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സബ്സ്ട്രാക്ഷനാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് പാക്കറ്റ്സിൽ നിന്ന് UP ക്ലാസ്സസ് മൈനസ് ചെയ്യുക, സബ്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പാക്കറ്റ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കൂ, 781 മൈനസ് 373 എത്രയാണെന്ന് വരും നോക്കാം. നമുക്ക് 1ൽ നിന്ന് 3 മൈനസ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. 1ൽ നിന്ന് 3 മൈനസ് ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ടെൻസിൻ്റെ പ്ലേസിൽ 8ൽ നിന്ന് 1 1ലേക്ക് ഒരു 10 1ലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അവിടെ എത്രയാവും? 11. 8ൻ്റെ സ്ഥാനത്ത് 7ഉം ആവും. ക്ലിയർ ആയോ? ഇനി 11ൽ നിന്ന് 3 മൈനസ് ചെയ്യുക. അപ്പോൾ 11ൽ 3 മൈനസ് ചെയ്താൽ എത്രയാണ്? 8. അപ്പോൾ അത് വൺസിൻ്റെ പ്ലേസിൽ തന്നെ 8 എഴുതാം. നെക്സ്റ്റ് ടെൻസിൻ്റെ പ്ലേസിൽ ഇപ്പോൾ 7ഉം 7ഉം ആണ് ഉള്ളത്. അപ്പോൾ 7ന് 7 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് കിട്ടുക. 0 ടെൻസിൻ്റെ പ്ലേസിൽ താഴെ എഴുതുക. ഇനി 100ൻ്റെ പ്ലേസിൽ ഇപ്പോൾ എത്രയുണ്ട് നമ്പേഴ്സ്? 7ഉം 3ഉം. 7ൽ നിന്ന് 3 നമുക്ക് മൈനസ് ചെയ്യാൻ കഴിയും അല്ലേ. 3ൽ നിന്ന് എത്രയാണ് 7ലേക്ക് എന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. 7 മൈനസ് 3 = 4. 400ൻ്റെ താഴെയും എഴുതാം. അപ്പം ആൻസർ എത്രയാണ്? 408. അപ്പോൾ 781 മൈനസ് 337 408. അപ്പോൾ ബാക്കി പാക്കറ്റ്സ് എത്ര ഉണ്ട്? 408 പാക്കറ്റ്സ് ആണ് ഉള്ളത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ റിമൈനിങ്, ഇഫ് 329 പാക്കറ്റ്സ് ആർ ഗിവൻ to 2, 3, 4, 5 classes, what will be left for class 1? അതിൽ 329 പാക്കറ്റ്സ് സെക്കൻഡ് സ്റ്റാൻഡേർഡിനും തേർഡ് സ്റ്റാൻഡേർഡിനും ഫോർത്ത് സ്റ്റാൻഡേർഡിനും ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിനും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിന് ബാക്കി എത്ര പാക്കറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. UP ക്ലാസ്സസിന് ശേഷം ബാക്കി എത്ര പാക്കറ്റ്സ് ആണുള്ളത്? 781 ആയിരുന്നു ആദ്യം ടോട്ടൽ ഉണ്ടായിരുന്നത്. അതിൽ 373 UP ക്ലാസ്സസിന് കൊടുത്തു. അപ്പോൾ 408 ആണിപ്പോൾ പാക്കറ്റ്സ് ആകെയുള്ളത്. അതിൽ നമ്പർ ഓഫ് പാക്കറ്റ്സ് ഗിവൻ ടു ക്ലാസ് 2, 3, 4 ആൻഡ് 5. അപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിനും തേർഡ് സ്റ്റാൻഡേർഡിനും ഫോർത്ത് സ്റ്റാൻഡേർഡിനും ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിനും കൂടി 329 പാക്കറ്റ്സ് ആണ് കൊടുത്തത്. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിന് എത്ര കൊടുത്തു എന്നുള്ളതാണ് കിട്ടണത്. അപ്പോൾ 408ൽ നിന്ന് 329 മൈനസ് ചെയ്യുക. 408ൽ നിന്ന് 329 സബ്സ്ട്രാക്ട് ചെയ്താൽ ആദ്യത്തേത് വൺസിൻ്റെ പ്ലേസ് നോക്കൂ. ആദ്യം നമ്മൾ വൺസിൻ്റെ പ്ലേസിൽ നിന്നാണ് സബ്സ്ട്രാക്ട് ചെയ്യുന്നത്.
8 and 9 ആണ് നമ്പേഴ്സ് ആയിട്ടുള്ളത്. 8ൽ നിന്ന് 9 നമുക്ക് കുറയ്ക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തൊട്ടടുത്തുള്ളത് 0 ആണ്, അതിൽ നിന്നും എടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 4ൽ നിന്ന് എടുക്കുക. 4ൽ നിന്ന് എടുക്കുമ്പോൾ 8ൻ്റെ പ്ലേസിൽ 18 ആവും, 10ൻ്റെ പ്ലേസായ 0ൽ 9 ആവും. ഓക്കെ, 100ൻ്റെ പ്ലേസിലുള്ള 4 3 ആവും. ഓക്കെ, അപ്പോൾ 1ൻ്റെ പ്ലേസിലുള്ള 18ൽ നിന്ന് 9 സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 18 മൈനസ് 9 ഈസ് ഈക്വൽ ടു 9. ഓക്കെ, നെക്സ്റ്റ് 10ൻ്റെ പ്ലേസിൽ 9 ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 9ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 7. ഓക്കെ, നെക്സ്റ്റ് 100ൻ്റെ പ്ലേസിലേക്ക് നോക്കുക. 100ൻ്റെ പ്ലേസിൽ ഇപ്പോൾ ബാലൻസ് എത്രയുണ്ട്, 3 അല്ലേ. 3ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ 0. അപ്പോൾ ആൻസർ എത്രയാണ് വരിക, 79. അപ്പോൾ നമ്പർ ഓഫ് പാക്കറ്റ്സ് ടു ക്ലാസ് 1 ഈസ് ഈക്വൽ ടു 79. ക്ലാസ് 1ന് 79 പാക്കറ്റ്സ് ആണ് കൊടുത്തത്. നെക്സ്റ്റ് അവിടെ ഒരു ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നിങ്ങൾക്ക് എളുപ്പം ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് ചെയ്യണം. ഓക്കെ, അത് ഹോംവർക്കാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി, മിഡ് ഡേ മീൽ. എവറി ഡേ എ ന്യൂട്രീഷ്യൻസ് മീൽസ് ഈസ് ഗിവൻ ടു സ്റ്റുഡൻസ് ഇൻ അമ്മൂസ് സ്കൂൾ. അമ്മുവിൻ്റെ സ്കൂളിൽ കുട്ടികൾക്ക് എല്ലാ ദിവസവും ന്യൂട്രീഷ്യൻസ് മീലാണ് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, 391 കിലോഗ്രാം ഓഫ് റൈസ് ആർ നീഡഡ് ഫോർ 5 days. 5 ദിവസം കൊണ്ട് 391 kg റൈസ് ആവശ്യമാണ്. ആഫ്റ്റർ 3 days 158 kg ഓഫ് റൈസ് വാസ് ലെഫ്റ്റ്. 3 ദിവസത്തിന് ശേഷം 158 kg റൈസാണ് ഉള്ളതെങ്കിൽ എത്ര കിലോഗ്രാം അവർ യൂസ് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ, ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റൈസ് വാസ് യൂസ്ഡ് ഇൻ 3 days. 3 ദിവസത്തിന് എത്ര കിലോഗ്രാം റൈസ് യൂസ് ചെയ്തു എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോഴും ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് എന്ന് ആദ്യം നോക്കുക, അത് എഴുതുക. അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്നത് റൈസ് നീഡഡ് ഫോർ 5 days. 5 daysന് ആവശ്യമായ എത്ര കിലോ റൈസാണ് ഉള്ളതെന്നാണ്. അപ്പോൾ 391 കിലോഗ്രാം. നെക്സ്റ്റ് തന്നിരിക്കുന്നത് റൈസ് ലെഫ്റ്റ് ആഫ്റ്റർ 3 days. അപ്പോൾ 3 ദിവസത്തിന് ആവശ്യമായതാണ് അവിടെ തന്നിരിക്കുന്നത്, 158 kg. അപ്പോൾ നമുക്ക് അപ്പോൾ എത്ര യൂസ് ചെയ്തു, 3 ദിവസം കൊണ്ട് എത്ര യൂസ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ 391 മൈനസ് 158 സബ്സ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. 5 ദിവസത്തിന് 391 kg ആണ് ആവശ്യം. അപ്പോൾ നമുക്കതിൽ 3 ദിവസത്തെ കിട്ടിയാൽ ബാക്കി 2 ദിവസത്തെ ആണ് ഇനി ബാലൻസ് ഉണ്ടാവുള്ളൂ. അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 391 മൈനസ് 158. അതിൽ 1ൻ്റെ പ്ലേസിലുള്ള 1ൽ നിന്ന് 8 സബ്സ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ 10ൻ്റെ പ്ലേസിൽ 10ൽ ഒരു 10 നമ്മൾ 1ലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ 11 നിന്ന് 8 മൈനസ് ചെയ്താൽ 3. ഓക്കെ, ഇനി 10ൻ്റെ പ്ലേസിൽ 8ഉം 5 ആണ് ഉള്ളത്. 8ൽ നിന്ന് 5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ആൻസർ കിട്ടും. അപ്പോൾ 3 താഴെ എഴുതുക. പിന്നെ 100ൻ്റെ പ്ലേസിൽ 3ഉം 1 ആണ് ഉള്ളത്. 3ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 2. അപ്പോൾ ആൻസർ എത്ര കിട്ടുക, 233. റൈസ് യൂസ്ഡ് ഇൻ 3 days ഈസ് ഈക്വൽ ടു 233. ക്ലിയർ. നെക്സ്റ്റ് ആക്ടിവിറ്റി, മിൽക്ക് ഡിസ്ട്രിബ്യൂഷൻ. ടുഡേ അവിടെ ബോക്സിൽ കൊടുത്തു നോക്കൂ. ടുഡേ വി ഗോട്ട് 536 liters ഓഫ് മിൽക്ക്. ആഫ്റ്റർ സപ്ലൈയിങ് ടു സ്കൂൾസ് 286 liters ഓഫ് മിൽക്ക് വാസ് ലെഫ്റ്റ്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് were given to the school? ആകെ മിൽക്ക് എത്രയുണ്ട്, 536 അല്ലേ. ടോട്ടൽ മിൽക്ക് 536 ലിറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ സ്കൂളുകളിലേക്ക് സപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്നതാണ് 286 liters ഓഫ് മിൽക്ക്. അങ്ങനെയെങ്കിൽ മിൽക്ക് ഗിവൻ ടു സ്കൂൾ, എത്ര ലിറ്റർ മിൽക്കാണ് സ്കൂളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് നമുക്ക് ടോട്ടൽ മിൽക്ക്
536 ലിറ്റേഴ്സ് ആണ്. അതുപോലെ മിൽക്ക് ലെഫ്റ്റ് ആഫ്റ്റർ സപ്ലൈയിങ് ടു സ്കൂൾ 286 ലിറ്റേഴ്സ്. അങ്ങനെയെങ്കിൽ മിൽക്ക് ഗിവൻ ടു സ്കൂളിലേക്ക് എത്ര മിൽക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നാണ്. 536 മൈനസ് 286 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര മിൽക്ക് സ്കൂളിലേക്ക് കൊടുത്തു എന്നുള്ളത് കിട്ടും. 536 മൈനസ് 286. വൺസിൻ്റെ പ്ലേസ് ആണ് ആദ്യം നോക്കേണ്ടത്. 6ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ 0. ആൻഡ് ടെൻസിൻ്റെ പ്ലേസിലേക്ക് പോവുക. അവിടെ 3 ആണ്. 3ഉം 8ഉം ആണുള്ളത്. അപ്പോൾ 3ൽ നിന്ന് 8 മൈനസ് ചെയ്യാൻ കഴിയില്ല. ഇപ്പം നമ്മൾ 100ൻ്റെ പ്ലേസിലുള്ള ഒരു ഇത് ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ 13 ആവും. അപ്പോൾ ഒരു 100 അവിടെ നിന്ന് എടുത്തപ്പോൾ 13 ടെൻസ് 130. ഓക്കെ, 13 ടെൻസ് ആവും. അപ്പോൾ 13 നിന്ന് 8 മൈനസ് ചെയ്താൽ 5. അത് ടെൻസിൻ്റെ പ്ലേസിൽ താഴെ എഴുതുക. അതിനുശേഷം 100ൻ്റെ പ്ലേസിലുള്ളത് മൈനസ് ചെയ്യാം. ഇപ്പോൾ 100ൻ്റെ പ്ലേസിൽ 4 ആണ് ബാലൻസ് ഉള്ളത്. 4ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 2. അപ്പോൾ ആൻസർ ഈസ് 250. അപ്പോൾ നമ്മൾ മിൽക്ക് ഗിവൻ ടു ദ സ്കൂൾ ഈസ് ആൻസർ എത്രയാ? 254 ലിറ്റേഴ്സ്. ഓക്കെ, അതിന് സൈഡിൽ ഒരു അവൾ എന്തോ പറയുന്നുണ്ടല്ലേ, എന്താണത്? വാട്ട് ഷുഡ് ബി ആഡഡ് ടു 286 ടു ഗെറ്റ് 536? 286ൽ നിന്ന് എത്ര ആഡ് ചെയ്താൽ 536 കിട്ടുമെന്നാണ് ആ അവൾ ചോദിക്കുന്നത്. 286ൽ നിന്ന് പലതരത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 536 കിട്ടും. അങ്ങനെയും ചെയ്യാം. 286ൽ നിന്ന് 536ലേക്ക് എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചാലും ആൻസർ ശരി തന്നെയാണ്. ഓക്കെ, താഴെ ഒരു ബോക്സിൽ ഫ്രൂട്ട്സിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി നോട്ട് പുസ്തകത്തിലേക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a school, there is a stock of 167 meters of cloths for skirt and 118 meters of cloths for shirt. This year, another 495 meters of skirt material and 345 meters of shirt material were added. After distribution, 178 meters of skirt material and 145 meters of skirt material were left. How much cloth was distributed this year? ഇതിലെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ സ്റ്റോക്സ്, സ്കൂളിലുണ്ടായിരുന്ന സ്റ്റോക്ക് 167 മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് സ്കേർട്ടിനും 188 മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് ഷർട്ടിനുള്ള ക്ലോത്ത് അവിടെ സ്കൂളിൽ ഉണ്ടായിരുന്നു. ഈ ഇയറിൽ അനദർ 495 മീറ്റേഴ്സ് സ്കേർട്ടിനും 345 മീറ്റേഴ്സ് ഷർട്ടിനുള്ള മെറ്റീരിയൽസും വന്നു, അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. ആഫ്റ്റർ ഡിസ്ട്രിബ്യൂഷൻ, എന്നിട്ട് അത് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞതിന് ശേഷം 178 മീറ്റേഴ്സ് ഓഫ് സ്കേർട്ട് മെറ്റീരിയലും 145 മീറ്റേഴ്സ് ഓഫ് ഷർട്ട് മെറ്റീരിയലും ബാക്കി വന്നു. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ക്ലോത്ത് വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ദിസ് ഇയർ? ഈ വർഷം എത്ര ക്ലോത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു ബോക്സ് ആക്കിയിട്ട് ചെയ്യുക. ആദ്യം ക്ലോത്ത്സ്, പ്രീവിയസ് സ്റ്റോക്ക്, ന്യൂലി ആഡഡ്, ടോട്ടൽ സ്റ്റോക്ക്, ക്ലോത്ത് ഡിസ്ട്രിബ്യൂട്ടഡ്, ബാലൻസ് ഉള്ള ക്ലോത്ത്. അപ്പോൾ അതിൽ സ്കേർട്ടിനുള്ളത് പ്രീവിയസ് സ്റ്റോക്ക് 167 മീറ്റേഴ്സ് ആണ് ഉള്ളത്. ന്യൂലി ആഡഡ് 495. അതുപോലെ ഷർട്ടിനുള്ളത് 118 മീറ്റേഴ്സ് പ്രീവിയസ് സ്റ്റോക്ക് ആൻഡ് ന്യൂലി ആഡഡ് 345 മീറ്റേഴ്സ്. ഇതിൽ ബാലൻസ് കൊടുത്തിരിക്കുന്നത് ഇപ്രാവശ്യം വന്നത് സ്കേർട്ടിന് 178ഉം ഷർട്ടിന് 145ഉം ആണ്. ഇങ്ങനെ ആദ്യം ബോക്സ് ആക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ വേഗം എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ആദ്യം നമ്മൾക്ക് ടോട്ടൽ സ്റ്റോക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ആദ്യം ടോട്ടൽ സ്റ്റോക്ക് ഓഫ് സ്കേർട്ട് മെറ്റീരിയലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ പ്രീവിയസ് സ്റ്റോക്കും അതിനോട് പുതിയതായിട്ട് ആഡ് ചെയ്ത
സ്കേർട്ടിനുള്ള മെറ്റീരിയലും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ 167 പ്ലസ് 495. ഞാൻ ശ്രദ്ധിക്കണം, എന്താണ് ക്വസ്റ്റ്യനിൽ ആഡിങ്ങും വരും സബ്സ്ട്രാക്ഷനും വരും. അപ്പോൾ ആഡ് എന്ന് പറയുന്ന അവിടെ ആഡ് ചെയ്യുക, ലെഫ്റ്റ് എന്നൊക്കെ പറയുന്ന അവിടെ സബ്സ്ട്രാക്ട് ചെയ്യുക. 167 പ്ലസ് 495. അപ്പോൾ ആദ്യം നമ്മൾ വൺസിൻ്റെ പ്ലേസാണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 7 പ്ലസ് 5 ഈസ് ഈക്വൽ ടു 12. അപ്പോൾ 12ൽ 1 6ൻ്റെ മുകളിലിടുക, 2 അവിടെ ഇടുക. ഓക്കെ, ടെൻസിൻ്റെ പ്ലേസിലേക്ക് 1 ചേർത്ത്. അപ്പോൾ 6 പ്ലസ് 9 ഈസ് ഈക്വൽ ടു 15 പ്ലസ് 1. അപ്പോൾ എത്രയായി? 16. 16ൽ 16 ടെൻസ് ആണ് 160 അല്ലേ. അപ്പോൾ അതിൽ 100നെ അങ്ങോട്ട് കൊടുത്തു, 1ലേക്ക് ആഡ് ചെയ്തു, 100ൻ്റെ പ്ലേസിലേക്ക് കൊടുത്തു. 1 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 5. 5 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 6. അപ്പോൾ ആൻസർ ഈ 662. അപ്പോൾ ടോട്ടൽ സ്കേർട്ട് എത്രയാവും? 167 പ്ലസ് 495 ഈസ് ഈക്വൽ ടു 662 അല്ലേ. ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താ? ഷർട്ടിനുള്ള മീറ്റേഴ്സാണ്. അപ്പോൾ പ്രീവിയസ് സ്റ്റോക്ക് 118, 300, ന്യൂലി സ്റ്റോക്ക് 345. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ സ്റ്റോക്ക് കിട്ടും അല്ലേ. ഷർട്ടിൻ്റെ ടോട്ടൽ സ്റ്റോക്ക് കിട്ടും. എങ്ങനെ ആഡ് ചെയ്യാം? 118 പ്ലസ് 345 കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കണം, പ്ലേസ് തമ്മിൽ മാറിപ്പോവാൻ പോവാതെ നോക്കണം. 8 പ്ലസ് 5 ഈസ് ഈക്വൽ ടു 13. 13ൽ 3 എഴുതി 1 എന്ത് ചെയ്യുക? അങ്ങോട്ട് കൊടുക്കുക. 1 പ്ലസ് 4 5. 5 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 6. അതുപോലെ 100ൻ്റെ പ്ലേസിൽ 1 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ആൻസർ ഈസ് 463. അപ്പോൾ ഷർട്ടിൻ്റെ ന്യൂലി ആഡഡ് സ്റ്റോക്കും കൂട്ടിയിട്ട് എത്രയാവും? 463 അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ സ്റ്റോക്ക് കിട്ടി, രണ്ടിൻ്റെയും ടോട്ടൽ സ്റ്റോക്ക് കിട്ടി. പിന്നെ ബാലൻസ് ഇവിടെ തന്നിട്ടുണ്ട്, ബാലൻസ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് എത്രയാ? ക്ലോത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ആ ഇയറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം എന്ത് ചെയ്യണം? ടോട്ടൽ സ്റ്റോക്കിൽ നിന്ന് ബാലൻസ് സ്റ്റോക്ക് മൈനസ് ചെയ്യണം. ഓക്കെ, എന്നാലാണ് എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കിട്ടുള്ളൂ. കുറയാണ് നമുക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യനിൽ എപ്പോഴും കുറയാണോ കൂടുകയാണെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കുറയാണെങ്കിൽ കുറയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ 662 മൈനസ് 178 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കേർട്ട് എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെന്ന് കിട്ടും. അപ്പോൾ നോക്കൂ, 662 മൈനസ് 178. 2ൽ നിന്ന് 8 മൈനസ് ചെയ്യാൻ കഴിയുമോ? ഇല്ല, കഴിയില്ല. അപ്പോൾ ഇവിടെ എന്താവും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 6ൽ നിന്ന് ഇവിടേക്ക് 1 ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ 1 എടുക്കുമ്പോൾ ഇവിടെ 12 ആവും. 12ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ 4. നെക്സ്റ്റ് ഇവിടെ 5 ആവും അല്ലേ. 5ൽ നിന്ന് 7 മൈനസ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ നമ്മൾ 6ൽ നിന്ന് ഒന്നുകൂടെ ഇങ്ങോട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടെ 15 ആവുകയും ചെയ്യും. ഇവിടെ എത്രയാവും? ഇവിടെ 5 ആവും. അപ്പോൾ 15 മൈനസ് 7 ഈസ് ഈക്വൽ ടു 8. 8 പ്ലസ് 7 ഈസ് ഈക്വൽ ടു 15. ഓക്കെ, ഇനി ഇവിടെ 5ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 4. അപ്പോൾ ആൻസർ എത്രയാണ്? 484. അപ്പോൾ ക്ലോത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് 484 ആണ്. ഓക്കെ, ഇനി ഷർട്ടിൻ്റെ നോക്കാം. ഷർട്ടിന് 188 മീറ്റേഴ്സ് ആണുള്ളത്.
ന്യൂലി ആഡഡും കൂടിയിട്ട് 463 ആണ് ടോട്ടൽ സ്റ്റോക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ബാലൻസ് എത്രയുണ്ട്? 145 അല്ലേ? അതിൽ നിന്ന് ഇപ്പോൾ എന്ത് ചെയ്യുക? ടോട്ടൽ സ്റ്റോക്കിൽ നിന്ന് ബാലൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് നമുക്ക് കിട്ടും. ഓക്കെ, 463 മൈനസ് 145. അപ്പോൾ നോക്കൂ, അപ്പോൾ 463 മൈനസ് 145 ഈക്വൽ ടു 3യിൽ നിന്ന് 5 പോവില്ല. അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് 1 എടുത്ത് 13 ആക്കുക. 13 മൈനസ് 5 ഈസ് ഈക്വൽ ടു 8. 8 പ്ലസ് 5 ആണ് 13. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാവും? 5 ആവും അല്ലേ? 5ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 1. 4ൽ നിന്ന് 100ൻ്റെ പ്ലേസിലേക്ക് പോവുക. 4ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 3. അപ്പോൾ ആൻസർ ഈസ് 318. അപ്പോൾ ക്ലോത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് എത്രയാ? സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ 318. ഓക്കെ, ക്ലിയർ? Next question, Independence Day Rally. In the rally conducted by Scouts and Guides and the Red Crosses. ഇപ്പോൾ റാലി കണ്ടക്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്? സ്കൗട്ട് ആൻഡ് ഗൈഡ്സും റെഡ് ക്രോസസും ആണ്. ഇപ്പോൾ 296 ബോയ്സ് ആൻഡ് 336 ഗേൾസ് പാർട്ടിസിപ്പേറ്റഡ്. അപ്പോൾ ആകെ ടോട്ടൽ 296 ബോയ്സ് 336 ഗേൾസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഓഫ് ദീസ് 186 were scouts and 177 were guides. അപ്പോൾ അതിൽ 186 സ്കൗട്ടിനെയും 177 ഗൈഡ്സിനാണ് ഉള്ളത്. ദെൻ ഹൗ മെനി were ഫ്രം റെഡ് ക്രോസ്? അങ്ങനെയാണെങ്കിൽ റെഡ് ക്രോസിന് എത്ര പാർട്ടിസിപ്പേഷനാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ ആദ്യം തന്നിരിക്കുന്നത് എന്താ? നമ്പർ ഓഫ് ബോയ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ റാലി 296 ആൻഡ് നമ്പർ ഓഫ് ഗേൾസ് 336. അപ്പോൾ ഇത്രയും ബോയ്സും ഇത്രയും ഗേൾസാണ് പങ്കെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യുക? ടോട്ടൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാതെ. അപ്പോൾ 296 പ്ലസ് 336 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ സ്റ്റുഡൻസ് പങ്കെടുത്തത് എത്രയാണെന്ന് കിട്ടും. 296 പ്ലസ് 336, 6 പ്ലസ് 6 12, 2 അവിടിട്ട് 1 ടെൻസിൻ്റെ പ്ലേസിലേക്ക് കൊണ്ടുവന്നു. 9 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 12 ആൻഡ് പ്ലസ് 1, അപ്പോൾ 13. 13ൽ 3 അവിടെ ഇട്ട് 100ൻ്റെ പ്ലേസിലേക്ക് കൊടുക്കുന്നു. അവിടെ 2 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 5, 5 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 6. ആൻസർ ഈസ് 632. ഇപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് 632 ആണെന്ന് കിട്ടി അല്ലേ? ഇനി സ്കൗട്ട്സും ഗൈഡ്സും എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതിൽ തന്നിട്ടുണ്ട് അല്ലേ? 186 സ്കൗട്ട്സിനും 177 ഗൈഡ്സും ആണെന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ? ടോട്ടൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എത്ര പേര് പങ്കെടുത്തു എന്നുള്ളത് കിട്ടും അല്ലേ? 186 പ്ലസ് 177. 6 പ്ലസ് 7 ഈസ് ഈക്വൽ ടു 13. 13ൽ 3 അവിടെ ഇട്ട് ബാലൻസ് 1 ടെൻസിൻ്റെ പ്ലേസിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ 8 പ്ലസ് 7 ഈസ് ഈക്വൽ ടു 15. 15 പ്ലസ് 1 16. 16ൽ 6 അവിടെ ഇട്ട് 100ൻ്റെ പ്ലേസിലേക്ക് കൊടുക്കുന്നു. 100ൻ്റെ പ്ലേസിലേക്ക് കൊടുത്താൽ 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2. 2 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ആൻസർ ഈസ് 363. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഈസ് ഈക്വൽ ടു 363. ഇനി നമുക്ക് റെഡ് ക്രോസ് മെമ്പേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം അല്ലേ? ടോട്ടലും കിട്ടി, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെയും എണ്ണവും കിട്ടി. അപ്പോൾ അതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലിൽ നിന്ന് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് മൈനസ് ചെയ്താൽ റെഡ് ക്രോസിൻ്റെ മെമ്പേഴ്സിൻ്റെ എണ്ണം കിട്ടും അല്ലേ? അപ്പോൾ അത് ചെയ്ത് നോക്കാം. 632 മൈനസ് 363. 632 മൈനസ് 363. ഫസ്റ്റ് വൺസിൻ്റെ പ്ലേസിൽ നോക്കുക. 2ൽ നിന്ന് 3 മൈനസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ 3ൽ നിന്ന് ടെൻസിൻ്റെ പ്ലേസിൽ നിന്ന് 1 എടുക്കുന്നു. അപ്പോൾ 12 ആവും. 12ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 9. അത് താഴെ വൺസിൻ്റെ പ്ലേസിന് നേരെ തന്നെ ഇട്ടിട്ട് ശേഷം
ടെൻസിൻ്റെ പ്ലേസിൽ നോക്കുക. അപ്പം ഇനി എത്ര നമ്പേഴ്സ് ഉണ്ട്? 2ഉം 6ഉം ആണുള്ളത്. പക്ഷേ 2ൽ നിന്ന് 6 പോവില്ല അല്ലേ? അപ്പോൾ നമ്മൾ 100ൻ്റെ പ്ലേസിൽ നിന്ന് ഒരു 100 കൂടി ഇങ്ങോട്ട് എടുക്കുന്നു. അപ്പോൾ അവിടെ 12 ആവും. അപ്പോൾ 12ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ 6. അപ്പോൾ 6 അതിന് നേരെ താഴെ തന്നെ ടെൻസിൻ്റെ പ്ലേസിന് താഴെ തന്നെ ഇടുക. ഇനി 100ൻ്റെ പ്ലേസിൽ 5ഉം 3 ആണുള്ളത്. 5ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 2. അപ്പോൾ ആൻസർ എത്ര പേര് റെഡ് ക്രോസ് ആയിട്ട് ഉണ്ടെന്നാണ്? 269 മെമ്പേഴ്സാണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിലുള്ള വർക്കുകൾ നോട്ടിലേക്ക് എഴുതുക. അതുപോലെ 2 ഹോംവർക്ക് തന്നിട്ടുണ്ട് ബോക്സിൽ, അത് നോട്ടിലേക്ക് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. വേറൊരു കണക്ക് കൂടിയുണ്ട്. ഇവിടെ നോക്കൂ, റാറ്റും കാറ്റിൻ്റെയും 2 പിക്ചേഴ്സ് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ റാറ്റിനെ കാറ്റ് പിടിക്കാൻ വേണ്ടി ക്യാച്ച് ചെയ്യാൻ നിൽക്കുകയാണ്. പക്ഷേ റാറ്റിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അപ്പോൾ അതിനെ നിങ്ങൾ സഹായിക്കണം. മിഡിലിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ട് അല്ലേ? 785, 435 പറഞ്ഞിട്ട് കുറച്ച് നമ്പേഴ്സ് ഉണ്ട് അല്ലേ? 6 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 6 നമ്പേഴ്സും തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസേഴ്സ് കണ്ടുപിടിക്കണം ആദ്യം. എന്നിട്ട് കണ്ടുപിടിച്ച ആൻസേഴ്സിനൊക്കെ അവിടെ ടിക്ക് ഇട്ട് വെക്കുക. ഓക്കെ. എന്നിട്ട് കിട്ടാത്ത നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, അതിൽ ആ നമ്പർ വെച്ച് ഓപ്പൺ ചെയ്ത് രക്ഷപ്പെടണം. ഓക്കെ. അപ്പോൾ അതുകൂടെ എല്ലാവരും ചെയ്യുക. ഓക്കെ. നോട്ട്ബുക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. താങ്ക് യു.